ഇന്നിപ്പോ മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, അച്ചങ്ങ മെഴുക്ക് വരട്ടിണ്ട്, അതുപോലെ ബീഫുണ്ട് ട്ടോ. ബീഫ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ ചട്ടിയില് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് സവാള ഇട്ടൊന്ന് വഴറ്റാണ് ട്ടോ. ഇതൊരു ഓതന്റിക് റെസിപ്പിയൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നു അത്രമാത്രം ട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. കറക്റ്റ് അളവുകളും തുല്യം. ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ അളവിലല്ലേ ഇടുക. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. അത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ട് കറി മസാലപ്പൊടി ഇട്ടു. ഈ മസാലപ്പൊടി നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചതാണ്. പിന്നെ മുളക് പൊടി ഇട്ടു ട്ടോ. മുളക് പൊടി അത് കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. വാവയ്ക്കും കൂടി കഴിക്കേണ്ടതുണ്ട്. ജോതാപ്പി കഴിക്കുന്നതുകൊണ്ട് ഇട്ട്. നമ്മൾ അധികം എരിവ് ഇടാറില്ല കേട്ടോ ഒന്നിനും. അതിനുശേഷം കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് മാത്രം ബീഫ് ഒന്ന് വേവിക്കാൻ വെച്ചിരുന്നു. അത് ചട്ടിയിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞിട്ടതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ തുറന്നപ്പോൾ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് കാണുന്നത് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ കുറച്ചും കൂടി ചാറ് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഞാൻ പത്തിരിയായിട്ടാട്ടോ ഇത് കമ്പൈൻ ചെയ്ത് കഴിച്ചത്. തുമ്പി ബേബിയുടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പോഴേ. തുമ്പിക്ക് നമ്മൾ പാചകം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോതാപ്പിയുടെ പാചകം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ട്ടോ സെക്കൻഡ് ബേബിക്ക് ഞങ്ങൾ ഇടുന്നത്. ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ വില വെച്ചിട്ട് നമുക്കൊന്നും വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല. അപ്പൊ അതുകൊണ്ടിട്ട് പാർസൽ ഒന്ന് കെട്ടി വാങ്ങിച്ചിട്ട് ആൾക്ക് ഇട്ട് കൊടുത്താണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആൾ ഊരി കഴിഞ്ഞിട്ട് ഞാൻ ഊരി വെച്ചു ട്ടോ.